അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ സമാഗതനായതിൻ്റെ ഉദ്ദേശം ഹൃദയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാനാണ്. അതിനെ അനുഗ്രഹിച്ച അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലേക്ക് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ മനുഷ്യനോട് കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഹൃദയത്തെയും അവനക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹൃദയം എന്നുള്ളത് അതൊരു നാട്ടുകുറിയെ പോലെ നമുക്ക് ഉപമിക്കാം. എന്ന് വെച്ചാൽ പല ഭാഗത്തു നിന്നും പല കാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു നാട്ടുകുറിയെ പോലെ. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഭാഗത്തു നിന്നും ഒരു ശൈത്താൻ ഒരു ശർറായ കാര്യത്തിലേക്ക് ഹൃദയത്തെ ഒലിച്ചു കൊണ്ടുപോകുമ്പോൾ മറ്റൊരു ഭാഗത്തു നിന്നും ഒരു മലക്ക് ഒരു ഹൈറായ കാര്യത്തിലേക്ക് ഹൃദയത്തെ ഒലിച്ചു കൊണ്ടുപോകും. അല്ലെങ്കിൽ ഒരു ശൈത്താൻ ഒരു ശർറായ കാര്യത്തിലേക്ക് ഹൃദയത്തെ ഒലിച്ചു കൊണ്ടുപോകുമ്പോൾ മറ്റൊരു ശൈത്താൻ മറ്റൊരു ശർറായ കാര്യത്തിലേക്ക് ഹൃദയത്തെ ഒലിച്ചു കൊണ്ടുപോകും. അല്ലെങ്കിൽ ഒരു മലക്ക് ഒരു ഹൈറായ കാര്യത്തിലേക്ക് ഹൃദയത്തെ ഒലിച്ചു കൊണ്ടുപോകുമ്പോൾ മറ്റൊരു മലക്ക് മറ്റൊരു ഹൈറായ കാര്യത്തിലേക്ക് ഒലിച്ചു കൊണ്ടുപോകും. ഇങ്ങനെ പല സമയത്തും പല ഹൈറായ കാര്യത്തിലേക്കും ശർറായ കാര്യത്തിലേക്കും ഒലിച്ചു കൊണ്ടുപെടുന്നതായൊരു നാട്ടക്കുറിയെ പോലെ നമുക്ക് ഈ ഒരു ഹൃദയത്തെ ഉപമിക്കാം. ഈ ഒരു അവസ്ഥ ഇല്ലാതിരിക്കുക എന്നുള്ളത് മുഹാലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുഖല്ലിബു അഫ്ഇദതഹും വഅബ്സാറഹും. അവരുടെ ബസറുകളെയും അവരുടെ ഹൃദയങ്ങളെയും നാം മാറ്റിമറിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റത്തിരുത്തലുകൾ ഹൃദയത്തിന് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അള്ളാഹുവിൻ്റെ ഈ ഒരു മഹത്തായ ഈ ഒരു പ്രവർത്തനം, ഈ ഒരു സൃഷ്ടിപ്പ് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ഹൃദയത്തെ 3 തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിക്കുന്നുണ്ട്. ഏതുപോലെ എന്ന് വെച്ചാൽ, ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിക്കുന്നത് ഒരു കുരുവിയെ പോലെയാണ്. ആ ഒരു കുരുവിക്ക്, ഒരു മനുഷ്യൻ ആ ഒരു കുരുവിക്ക് ധാന്യങ്ങളെ വിതറിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കുരുവിയെ സംബന്ധിച്ചിടത്തോളം അത് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇങ്ങനെ കൊത്തി അതിനെ ഭക്ഷിക്കാൻ ശ്രമിക്കും. എന്നതുപോലെ അപ്പോൾ ആ ഒരു കുരുവി അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. എന്നതുപോലെ ഹൃദയം എന്നുള്ളത് പല സമയത്തും അത് മാറ്റത്തിരുത്തലിക്ക് വിധേയമാക്കപ്പെടുന്നതാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹൃദയത്തെ ഉപമിക്കുന്നത് ഒരു തിളച്ചു മറിയുന്ന ചട്ടിയെ പോലെയാണ്. എന്ന് വെച്ചാൽ ആ ഒരു പാത്രം ഇങ്ങനെ തിളച്ചു മറിയുന്നത് പോലെ ഹൃദയം പല സമയങ്ങളിലായിട്ട് ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ഹൈറായ കാര്യത്തിൽ നിന്ന് മറ്റു ഷർറായ കാര്യം, ഷർറായ കാര്യത്തിൽ നിന്ന് ഹൈറായ കാര്യം, അങ്ങനെ. മൂന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൃദയത്തെ ഉപമിച്ച് നമ്മോട് പരിചയപ്പെടുത്തുന്നത് ഒരു വിജനമായ സ്ഥലത്തുള്ളതായ ഒരു തൂവലിനെ പോലെ. ആ വിജനമായ സ്ഥലത്ത് ഒരു തൂവൽ, ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ആ തൂവൽ ഇങ്ങനെ മാറി ഇങ്ങനെ മറിഞ്ഞ് പാറിപ്പോകുന്നത് പോലെ ഹൃദയം പല സമയങ്ങളിലായിട്ട് മറിഞ്ഞുകൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഇങ്ങനെ 3 തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൃദയത്തെ ഉപമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.